നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പാർലമെന്റ് പാസാക്കിയ പൗരത്വ നിയമ ഭേദഗതിയെ എതിർത്ത് രാജ്യത്ത് പലയിടങ്ങളിലും പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതേ തുടർന്നുള്ള ആശങ്കയിലാണ് വിദേശ ഇന്ത്യക്കാരും. വിദേശ ഇന്ത്യക്കാർക്ക് നൽകുന്ന ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അതായത് OCI കാർഡ് റദ്ദാക്കാനുള്ള കൂടുതൽ അധികാരം പുതിയ ഭേദഗതിയോടെ കേന്ദ്ര സർക്കാരിന് കൈവന്നിട്ടുമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ കുടിയേറിയ ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ ബാധിക്കുന്നതാണിത്. അതിനാൽ തന്നെ പ്രവാസി മലയാളികളേവരും വളരെയേറെ ആശങ്കയിലാണ് ജീവിക്കുന്നത്. പൗരത്വ ഭേദഗതിക്കെതിരെ രാജ്യത്ത് ഇതിനെ തുടർന്ന് പ്രതിഷേധം രൂക്ഷമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ സന്ദർശിക്കുന്ന സൗദി പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ എംബസി. വിവിധ ആവശ്യങ്ങൾക്കായി ഇന്ത്യയിൽ തങ്ങുന്ന സൗദി പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് ദില്ലിയിലെ സൗദി അറേബ്യൻ എംബസി പുറത്തിറക്കിയ മുന്നറിയിപ്പ് നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നതിനാൽ ആ സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും എംബസി വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും സഹായം ആവശ്യമുള്ളവർ എംബസിയുമായി ബന്ധപ്പെടണമെന്നുമാണ് നിർദ്ദേശം. നേരത്തെ അമേരിക്ക, ബ്രിട്ടൻ, കാനഡ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹവും ഇതിനെ തുടർന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ന്യൂയോർക്ക് ഇന്ത്യൻ കോൺസുലേറ്റിന് മുമ്പിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് USA ആഭിമുഖ്യത്തിൽ ഭാരത് ബച്ചാവോ എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ പ്രതിഷേധ ധർണയിൽ KMCC അടക്കമുള്ള സംഘടനകളുടെ പങ്കാളിത്തവും ലഭ്യമാക്കിയിട്ടുണ്ട്. മതേതര ഇന്ത്യയെ രക്ഷിക്കൂ, NRC വേണ്ട, CAB വേണ്ട എന്നെഴുതിയ പ്ലക്കാർഡുകൾ പിടിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം ഉന്നയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും മതേതര ഇന്ത്യയെ തകർക്കുകയാണെന്നും അത് അനുവദിക്കാനാകില്ലെന്നും ധർണയിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇങ്ങനെ ഇരുവരും ഹിറ്റ്ലറിനെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇന്ത്യക്കാർക്കായി തടവറകൾ പണിയുകയാണെന്നും അവർ ആരോപിച്ചു. KMCC നേതാവ് ഷെമി അടിമാലി അടക്കമുള്ളവർ സംസാരിക്കുകയും ചെയ്തു. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ കുടിയേറിയ മുൻ ഇന്ത്യൻ പൗരന്മാർക്കും അവരുടെ മക്കൾക്കുമാണ് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ അനുവദിക്കുന്നത്. ഇതുപയോഗിച്ച് വിസയില്ലാതെ ഇന്ത്യയിൽ വരാനും ഇവിടെ പഠിക്കാനും ജോലി ചെയ്യാനും കൃഷിസ്ഥലം ഒഴികെ ഭൂമി വാങ്ങാനും അവർക്ക് അവസരമുണ്ടായിരുന്നു. എന്നാൽ പൗരത്വ ഭേദഗതിയോടെ OCI കാർഡ് റദ്ദാക്കാനുള്ള പുതിയ മാനദണ്ഡങ്ങളും പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. പൗരത്വ നിയമത്തിലെ 7-ാം വകുപ്പിൽ ഉപവകുപ്പായി കൂട്ടിച്ചേർത്ത ഭേദഗതി B പ്രകാരം രാജ്യത്ത് പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്തിന്റെ ലംഘനം ആരോപിച്ച് OCI കാർഡ് റദ്ദാക്കാൻ കേന്ദ്ര സർക്കാരിനാവുന്നതായിരിക്കും. ചെറിയ നിയമലംഘനങ്ങൾ പോലും ചൂണ്ടിക്കാട്ടി OCI കാർഡ് റദ്ദാക്കാമെന്നുള്ള സ്ഥിതി വരുന്നതോടെ ആര് വേണമെങ്കിലും ലക്ഷ്യം വച്ച് ഈ നിയമസാധ്യത ഉപയോഗപ്പെടാമെന്നുള്ളതാണ് വിദേശ ഇന്ത്യക്കാരുടെ ആശങ്ക എന്നത്. നിലവിൽ മലയാളികളടക്കമുള്ള ലക്ഷക്കണക്കിന് പേർ OCI കാർഡ് ഉപയോഗിച്ച് വിദേശത്ത് താമസിക്കുന്നുണ്ട്. ഇവർക്ക് കനത്ത വെല്ലുവിളി നൽകുന്നതാണ് ഇപ്പോഴത്തെ പൗരത്വ ഭേദഗതി ബിൽ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.